നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏകദേശം 2-3 ദിവസത്തോളമായി നാട്ടിൽ ചർച്ച ചെയ്യുന്നത് SIR കുറിച്ചാണ്. സമഗ്രമായ വോട്ടർ പരിഷ്കരണമാണ് നടക്കുന്നത്. 2025 വോട്ടർ പട്ടികയെല്ലാം ഇപ്പോൾ അസാധുവാക്കി 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ആരും പറയാത്ത 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ ഫോം ലഭിച്ച ആളുകൾ ഇത് എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്, അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രവാസികളായ ആളുകൾ. വീട്ടിൽ നമ്മുടെ നാടുകളിലെല്ലാം പ്രവാസികളായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നും 1-2 ആളുകൾ പ്രവാസികളായ ആളുകളുണ്ട്. അതുപോലെ തന്നെ കുടുംബം ഒന്നാകെ ഇവിടെ പ്രവാസികളായ ആളുകളുണ്ട്. വീട്ടിലുള്ള മുഴുവൻ ആളുകളും പ്രവാസികളായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ ഈ എലിമിനേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഓൺലൈൻ ലഭിക്കുമോ അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊന്നും വീഡിയോസുകൾ വരുന്നതില്ല. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലത്തെ ഒരു ഫോമാണ് നമ്മുടെ നാടുകളിലെല്ലാം ലഭിച്ചത്. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ബ്ലാങ്ക് ഫോമല്ല, അല്ലെങ്കിൽ നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു ബ്ലാങ്ക് ഫോമല്ല. ഈ ഫോമുകളിൽ 2025 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയുള്ള രേഖ അവരുടെ കൈകളിലുണ്ട്. BLMമാർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആളുകൾ, അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളുടെ എല്ലാം പേരുകൾ കണക്കാക്കിയുള്ള ഒരു ഫോമാണ് അവരുടെ കൈവശമുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇതിന് 3 ഭാഗമായി നമുക്ക് തിരിക്കാം. ഏറ്റവും മുകളിലൊരു ഭാഗം, സെൻറ്ററിലൊരു ഭാഗം, ഏറ്റവും അവസാനമുള്ളൊരു ഭാഗമായി, അങ്ങനെ 3 ഭാഗമായി തിരിക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് 2025 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുടെ പേര്, അവരുടെ മറ്റു കാര്യങ്ങൾ, അവരുടെ പേര്, അവരുടെ സ്ഥലം, അവരുടെ ബൂത്ത്, അവരുടെ ഫോട്ടോ എന്നിങ്ങനെ ഈ ഒരു മുകൾ ഭാഗത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പ്രിൻ്റ് ചെയ്തത്. അങ്ങനെ പ്രിൻ്റ് ചെയ്തൊരു ഫോമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരു ബ്ലാങ്ക് ഫോമല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 2022 അല്ലെങ്കിൽ 2021 നമ്മൾ വോട്ട് ചെയ്ത ആളുകളാണെങ്കിൽ, അതിനുശേഷം നമ്മൾ വോട്ടർ പട്ടികയിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ എല്ലാം പേരുള്ളൊരു ഫോമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2002 നമുക്ക് എവിടെ വോട്ട് ചെയ്യാനും ശരി, ഇത്രയും കാലം നമ്മൾ വോട്ട് ചെയ്ത ബൂത്തിലെ BLMമാരാണ് നമുക്ക് വരുന്നത്. അവരുടെ കൈവശം നമ്മുടെ പേരുള്ളൊരു ഫോം അവരുടെ കൈവശം ഓൾറെഡി ഉണ്ട്. അതിൽ പ്രവാസികളെ ആളുടെ പേരുകളുണ്ട്, നമ്മൾ വിദേശത്ത് താമസിക്കുന്ന ആളുടെ എല്ലാം പേരുകൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാങ്കായി നമുക്കൊരു ഫോം കിട്ടിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും നമുക്കില്ല. മുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. അതിന് താഴെ നമ്മുടെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഭർത്താവിൻ്റെ ഭാര്യയുടെ പേര്, രക്ഷിതാവിൻ്റെ പേര്, ഉമ്മയുടെ ഉപ്പയുടെ പേര് എന്നിങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും മുകളിലുള്ളത്. നമ്മളിവിടെ കാണുന്നത് 2025 പട്ടികയിലെ വിവരങ്ങൾ അവിടെ എഴുതിയാൽ മാത്രം മതി. അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആധാർ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ എന്നിങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് രണ്ടാമത്തെ ഭാഗത്ത്. അതായത് മുകൾ ഭാഗത്ത് നമ്മുടെ പേര് ഓൾറെഡി അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് അവിടെ കറക്റ്റായി കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ പല ആളുകളും സംശയമാണ് ഫോട്ടോയുടെ കാര്യം. നമ്മുടെ ഒരു ഫോട്ടോ അവിടെ ഓൾറെഡി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പഴയ ഫോട്ടോ ആണെങ്കിൽ മാത്രം നമുക്ക് ഫോട്ടോ മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ഫോട്ടോ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയുടെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്താണ് ഇപ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉള്ളത്. ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സെൻറ്ററിലെ ഭാഗത്ത് നമ്മുടെ പേരും കാര്യങ്ങളും മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അവസാന ഭാഗത്താണ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത്. അങ്ങനെ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ പൂരിപ്പിക്കുക. അവിടെ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് ആ വോട്ടർ പട്ടികയുടെ ക്രമ നമ്പർ, നമ്മുടെ ബൂത്ത് നമ്പർ എന്ന് പറയുന്ന കാര്യം നമുക്ക് BLMമാർക്ക് തന്നെ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്ത് നമ്മളവിടെ മനസ്സിലാക്കി വെക്കണം. ആ ഒരു പേര് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേര് അവിടെ കൊടുക്കുക. മറ്റ് ആ 2002 വോട്ടർ പട്ടികയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ കൊടുക്കേണ്ടത്. ഏത് ജില്ലയിലെ, ഏത് മണ്ഡലത്തിലെ എത്രാമത്തെ വോട്ടറാണെന്നാണ് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ആദ്യത്തെ കാലത്തിൽ കൊടുക്കേണ്ടത്. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഫസ്റ്റ് കോളം അവർ പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് കാണുന്ന കോളത്തിലാണ് അവർ പൂരിപ്പിക്കേണ്ടത്. ആ കോളത്തിൽ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും പേര് ഈ 2002 വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ അവർ അവിടെ എൻ്റർ ചെയ്യുക. അത് അടുത്ത കുടുംബക്കാരാവാം, നമ്മൾ വലിയമ്മ, വലിയപ്പ, വല്യച്ഛൻ, ചെറിയച്ഛൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരുടെയെങ്കിലും പേര് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
ഈ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൂടുതൽ രേഖകളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പല ആളുകളും പല കൺഫ്യൂഷനും പറയുന്നുണ്ട്. അവിടെ നമ്മൾ കൂടുതൽ രേഖകളൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് അവസാനം നമ്മൾ സിഗ്നേച്ചർ നൽകി അവർക്ക് നൽകിയാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ കൂടുതലൊന്നും നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പ്രവാസികളായ ആളുകളെ കുറിച്ച് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പ്രവാസികളായ ആളുകൾക്ക് ഈ ഫോം നാട്ടിൽ നിന്നും ഫില്ലപ്പ് ചെയ്താൽ മാത്രം മതി. അതിന് പ്രവാസികൾ ഓൺലൈനിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല. നമ്മൾ കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ അനിയന്മാരുള്ള വീടുകളാണെങ്കിൽ അവർ അത് കാര്യങ്ങൾ കറക്റ്റായി തന്നെ കൈകാര്യം ചെയ്തോളൂ. നമ്മൾ അതിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കുടുംബമായി നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബമെല്ലാം നമ്മൾ ഇവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിലെ ആളിതിനെ ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. അവർ അത് കൈകാര്യം ചെയ്തുകൊള്ളും. നിങ്ങളുടെ നാട്ടിലെ BLOയുടെ നമ്പർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ആ BLOയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെബ്സൈറ്റിൽ ലഭിച്ച ശേഷം അവരുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ വിദേശത്താണ്, ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരുടെ കൈവശം കൊടുക്കണമെന്ന് നിങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറയുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ നിങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല, ഞങ്ങളുടെ കുടുംബക്കാരുടെയും പേരില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ രേഖകൾ അവർക്ക് ഹാജരാക്കേണ്ടി വരിക. അതിന് സർക്കാർ മൂന്ന് രൂപത്തിലുള്ള ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ പേര് അവിടെ പ്രിന്റ് ചെയ്തതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഭാഗത്ത് നമ്മുടെ പേര് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്ന ഫസ്റ്റ് കോളത്തിൽ നിങ്ങളുടെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ വോട്ട് ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ കോളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ്. എങ്ങനെയാണ് അവർ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താണ്, അവരുടെ കുടുംബക്കാരുടെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 1981 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവരുടെ പേര് ആദ്യത്തെ കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ട ആവശ്യമില്ല. അവരുടെ ജനം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ കൂടി അവിടെ വീലർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അത് എക്സ്പയർ ഡേറ്റ് ആയ പാസ്പോർട്ടായാലും പ്രശ്നമില്ല, ഒരു രൂപത്തിലുള്ള കാര്യങ്ങളുമില്ല. നമ്മൾ ഇന്ത്യയിലാണ് ജനിച്ചതെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖ അവർക്ക് ഹാജരാക്കിയാൽ മാത്രം മതിയാകും. ഇനി 1987 ജൂലൈ 1 2004 ഡിസംബർ 1 ഇടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിലെ ആരുടെയെങ്കിലും പേര് നമുക്ക് അപ്പുറത്തെ കോളത്തിൽ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് രേഖകളൊന്നും ആവശ്യമില്ല. ഇനി അവർക്ക് കുടുംബത്തിൽ ആരുടെയും പേര് കോളത്തിൽ എഴുതാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി? സ്വന്തം ജനം തെളിയിക്കുന്ന രേഖയോടൊപ്പം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ രേഖ കൂടി അവർ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇനി 2002 ശേഷം ജനിച്ച ആളുകൾ 2004 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അവർ മാതാപിതാക്കളുടെ രേഖ കൂടി ഒന്ന് ഹാജരാക്കേണ്ടി വരും. ഇതിൽ പ്രവാസികളെ ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ PDF ലഭിക്കുമോ, അതിന് നമ്മുടെ ഫോം ഓൺലൈൻ ലഭിക്കുമോ എന്നുള്ള കാര്യമില്ല. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമ്മൾ ഏൽപ്പിച്ചാൽ മാത്രം മതി. അതിന് അടിയിൽ അവരൊരു സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം റെഡിയാണ്, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത കാര്യങ്ങളെല്ലാം റെഡിയാണ്, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ 2002 വോട്ടർ പട്ടികയിൽ പല ആളുടെയും പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഉണ്ടാവില്ല. ഇനീഷ്യലുള്ളത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ P എന്നുള്ളത് ഫുൾ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കാം. എന്നിങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല, അതിനെല്ലാം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മാതാവൻ തെളിയിക്കുന്ന ഒരു കാര്യം അവിടെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ BLO വിശ്വാസത്തിൽ എടുക്കണമെന്നാണ് ഇപ്പോൾ BLOമാർക്കെല്ലാം അവർ നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ് എന്നുള്ളത്. വീഡിയോ ഇഷ്ടമുണ്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.